കഥയെ ആരംഭിക്കുന്നത് നിക്കി ഹാൾസ്റ്റഡ് എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നിക്കി ഹാൾസ്റ്റഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെഷ്യൽ ഫോഴ്സിലെ മുൻ അംഗമായിരുന്നു. സാധാരണ പട്ടാളക്കാരെക്കാൾ വളരെ ഉയർന്ന പോരാട്ടവീര്യമുള്ള വ്യക്തിയായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത്. 3rd കാവലറി റെജിമെന്റിലായിരുന്നു അവർ തന്റെ സൈനിക ജീവിതം ആരംഭിച്ചത്. അവിടെ തുറന്ന യുദ്ധതന്ത്രങ്ങൾ, കഠിനമായ ഭൂപ്രകൃതികളിൽ അതിജീവിക്കുക, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുക എന്നിവയെല്ലാം അവർ പഠിച്ചെടുത്തു. ഭാരമേറിയ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അവർ അതീവ മിടുക്കിയായിരുന്നു. വർഷങ്ങളുടെ സേവനത്തിനു ശേഷം കൂടുതൽ രഹസ്യാത്മകമായ ഒരു എലൈറ്റ് യൂണിറ്റിൽ ചേരാൻ നിക്കിക്ക് അവസരം ലഭിച്ചു. ബ്ലാക്ക് ഓപ്പറേഷനുകൾക്ക് നിയോഗിക്കപ്പെടുന്ന യൂണിറ്റ് ആയിരുന്നു അത്. അവിടെ അവരുടെ പരിശീലനം കൂടുതൽ കഠിനമായി മാറി. കേവലം തോക്കുകൾ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ശരീരത്തിലെ ഏറ്റവും ദുർബലമായ കഴുത്ത്, കണ്ണുകൾ, സന്ധികൾ എന്നിവയെ നേരിട്ടാക്രമിക്കാൻ അവർ പരിശീലനം നേടി. ചുരുക്കത്തിൽ ഏത് ലക്ഷ്യത്തെയും വളരെ പെട്ടെന്നും ക്രൂരമായും യാതൊരു മടിയുമില്ലാതെയും തകർത്തു കളയാൻ കഴിയുന്നൊരു വ്യക്തിയായി നിക്കി രൂപപ്പെട്ടു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം നിക്കി ഒരമ്മ കൂടിയായിരുന്നു. ക്ലോയി എന്നു പേരുള്ള ഒരു മകൾ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ തന്റെ കർത്തവ്യം കാരണം മകളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കാൻ അവർ നിർബന്ധിതയായി. ഒരു അമ്മയെന്ന നിലയിൽ സ്വന്തം കുഞ്ഞിനേക്കാൾ രാജ്യത്തെ തിരഞ്ഞെടുത്തു എന്ന വലിയൊരു കുറ്റബോധം നിക്കി മനസ്സിൽ ചുമന്നിരുന്നു. ചിലപ്പോഴൊക്കെ ക്ലോയിയുടെ ജീവിതത്തിൽ താനൊരു അപരിചിതയാണെന്ന് പോലും അവർക്ക് തോന്നി. എങ്കിലും അവരുടെ ബന്ധത്തെ ജീവനോടെ നിലനിർത്തിയ ഒരു ചെറിയ ആചാരമുണ്ടായിരുന്നു. എല്ലാ വർഷവും താൻ എവിടെയായിരുന്നാലും ക്ലോയിക്ക് ജന്മദിനാശംസകൾ നേരാൻ നിക്കി ശ്രദ്ധിച്ചിരുന്നു. നേരിട്ട് അവിടെ ഉണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിലും തനിക്ക് മകളോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാനുള്ള അവരുടെ വഴിയായിരുന്നു അത്. എന്നാൽ കഠിനമായ രക്താർബുദത്തോട് പൊരുതി ക്ലോയിയുടെ അച്ഛൻ മരണപ്പെട്ടതോടെ എല്ലാം മാറിമറിഞ്ഞു. മകളെ നോക്കാൻ വേറെ ആരും ഇല്ലാതായതോടെ നിക്കിക്ക് സൈന്യത്തിൽ നിന്ന് അകാലത്തിൽ വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം നിക്കി ഇപ്പോൾ ക്ലോയിയുടെ അമ്മയായി ഒരു സാധാരണ ജീവിതം നയിക്കുകയാണ്. എന്നാൽ അവരുടെ ബന്ധം ഒട്ടും സുഖകരമായിരുന്നില്ല. നിക്കിയുടെ കർശനമായ സൈനിക അച്ചടക്കം ക്ലോയിയുടെ കൗമാരസഹജമായ സ്വാതന്ത്ര്യാഭിലാഷവുമായി ഇടയ്ക്കിടെ കൂട്ടിമുട്ടി. അത് അവർക്കിടയിൽ ദിവസേന എന്നോണം സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്ലോയിയുടെ 16ാം ജന്മദിനത്തിൽ അവൾ തന്റെ ചില സ്കൂൾ കൂട്ടുകാരെ വീട്ടിലേക്കൊരു ചെറിയ പാർട്ടിക്ക് ക്ഷണിച്ചു. എന്നാൽ പാർട്ടി കഴിഞ്ഞ കൂട്ടുകാർ പോയതോടെ ക്ലോയിയും അമ്മയും തമ്മിലുള്ള അസ്വസ്ഥത നിറഞ്ഞ ആ നിശബ്ദത തിരികെ എത്തി. ആദ്യം ക്ലോയി തന്റെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ നിക്കി തന്നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നേ ദിവസം രാത്രി ഏകദേശം 9 മണിക്ക് കൂട്ടുകാർ തന്നെ ഒരു ക്ലബിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ക്ലോയി ഒടുവിൽ സമ്മതിച്ചു. ഇത് കേട്ടതും നിക്കിയുടെ സംരക്ഷണ മനോഭാവം ഉണർന്നു. അതത്ര പ്രകടമാക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം രാത്രി 9 മണി എന്നത് വളരെ വൈകിയ സമയമായിരുന്നു, പ്രത്യേകിച്ച് ക്ലോയിയെപ്പോലെ ഒരു കൗമാരക്കാരിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ക്ലോയി അതിനെ കണ്ടത് വേറൊരു രീതിയിലാണ്. അവളെ സംബന്ധിച്ചിടത്തോളം നിക്കി വളരെയധികം നിയന്ത്രണങ്ങൾ അവൾക്കുമേൽ ഏൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. 16ാം വയസ്സിൽ എപ്പോഴും നിരീക്ഷിക്കപ്പെടുകയോ തന്റെ മേലൊരു കൊച്ചുകുട്ടിയെപ്പോലെ പെരുമാറപ്പെടുകയോ ചെയ്യാതെ തനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് മാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്ത നഗരത്തിലെ ആളുകളെ കൂടുതൽ ഉത്കണ്ഠാകുലരാക്കി. അതുമൂലം പോലീസുകാർ പ്രദേശത്തുടനീളം സുരക്ഷ ശക്തമാക്കാനും പട്രോളിംഗ് വർദ്ധിപ്പിക്കാനും തുടങ്ങി. രാത്രിയായതോടെ നേരത്തെയുണ്ടായ തർക്കം കൂടുതൽ വഷളാക്കാൻ നിക്കി ആഗ്രഹിച്ചില്ല. ക്ലോയിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ മകളുടെ മുറിയിൽ മുട്ടിയപ്പോ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ വഴിയില്ലാത്തതിനാൽ നിക്കി തന്റെ സൈനിക കഴിവുകളെ ആശ്രയിച്ചു. അകത്തുനിന്ന് പൂട്ടിയിരുന്ന കതക് തുറക്കാൻ അവൾ ഒരു കമ്പി ഉപയോഗിച്ചു. എന്നാൽ വാതിൽ തുറന്ന നിമിഷം അവൾക്കടുത്ത ആഘാതത്തിലായി. ആ മുറി ശൂന്യമായിരുന്നു. തുറന്നിട്ട ജനലാകട്ടെ ക്ലോയി കൂട്ടുകാരെ കാണാൻ പുറത്തേക്കിറങ്ങിപ്പോയി എന്ന് വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. ആ നിമിഷം ഈ രാത്രിയെല്ലാം മാറ്റിയെഴുതാൻ പോവുകയാണ് എന്നവൾ അറിഞ്ഞതേയില്ല. ക്ലോയി ഇതേ സമയം ഒരു നൈറ്റ് ക്ലബിലായിരുന്നു. കൂട്ടുകാരോടൊപ്പം അവൾ ആ രാത്രി ആഘോഷിക്കുകയാണ്. അവരുടെ സംഭാഷണത്തിനിടയിൽ അമ്മയറിയാതെ ജനലിലൂടെ താൻ രക്ഷപ്പെട്ട കാര്യം അവൾ അഭിമാനത്തോടെ പറഞ്ഞു. അവരുടെ ഗ്രൂപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ അവളുടെ കൂട്ടുകാരി സാറ ചൂണ്ടിക്കാട്ടി. ആകർഷകമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവനിലേക്ക് ക്ലോയിയും കൂട്ടുകാരും പെട്ടെന്ന് തന്നെ ആകർഷ്ടരായി. എന്നാൽ അവിടെയുള്ള എല്ലാവരിലും വെച്ച് അവന്റെ ശ്രദ്ധ പതിച്ചത് ക്ലോയിലായിരുന്നു. വൈകാതെ ക്ലബിലെ തിരക്ക് കുറയാൻ തുടങ്ങി. കൂട്ടുകാർ ഓരോരുത്തരായി പോവാൻ ആരംഭിച്ചു. ആ ചെറുപ്പക്കാരൻ ക്ലോയിയെ സമീപിച്ചു. ശാന്തനും ആത്മവിശ്വാസമുള്ളവനും ആകർഷകനുമായ അവൻ തന്നെ ബെന്നെന്ന് പരിചയപ്പെടുത്തി. ഇതിനകം തന്നെ അവനിൽ ഇംപ്രസ്ഡ് ആയിരുന്ന ക്ലോയി യാതൊരു മടിയുമില്ലാതെ അവനടുത്ത് വന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവന്റെ ഈ ആകർഷണീയത അവളെപ്പോലുള്ള പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് വരിച്ച ഒരു വല മാത്രമാണെന്നറിയാതെ അവൾ തന്റെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ അമ്പേ മറന്നു.
ഇതിനിടയിൽ ബെൻ രഹസ്യമായി ക്ലോയിയുടെ പാനീയത്തിൽ ഒരു ഗുളിക കലർത്തി. അതോടെ അവൾ എത്തിപ്പെടാൻ പോകുന്ന അപകടം പൂർണ്ണമായും വ്യക്തമാവുകയായിരുന്നു. അതേസമയം നിക്കി ഒരു ആപ്പ് വഴി മകളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അവൾ ആ ലൊക്കേഷനിലേക്ക് തിരിഞ്ഞു. അവിടെ എത്തിയപ്പോ എല്ലിപ്പുറത്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് അവർ കണ്ടു. നിക്കി വേഗത്തിൽ അവളെ സമീപിക്കുകയും ക്ലോയിയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. തന്റെ മകൾ ഒരു പുരുഷനോടൊപ്പം ഉള്ളിലുണ്ട് എന്നറിഞ്ഞ നിമിഷം അവളുടെ ഭാവം തണുത്തതും തീക്ഷ്ണവുമായി. യാതൊരു മടിയുമില്ലാതെ അവൾ ക്ലബിലേക്ക് കുതിച്ചെത്തി. അകത്ത് ബോധരഹിതയായ ക്ലോയിയെ രണ്ടുപേർ ചേർന്ന് വെളിയിലേക്ക് ചുമന്നുകൊണ്ടുപോകുന്നത് അവൾ നോക്കിക്കണ്ടു. നിക്കി തൽക്ഷണം പ്രതികരിച്ചു. അവൾ അവരെ പിന്തുടരുകയും വഴിതടയാൻ ശ്രമിക്കുന്ന ഒരാളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഒന്നും ആലോചിക്കാതെ നിക്കി ഓടുന്ന കാറിലേക്ക് ചാടിക്കയറി. തന്റെ സർവ്വശക്തിയുമെടുത്ത് അതിലവൾ പിടിച്ചു കിടന്നു. എന്നാൽ കാർ ക്ലോയുമായി വേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ നിക്കിയുടെ പിടിവിട്ട് അവൾ താഴേക്ക് പതിച്ചു. കയ്യിലുള്ള കാർ കീയല്ലാതെ മറ്റൊന്നും അവളുടെ പക്കലുണ്ടായിരുന്നില്ല. പിന്മാറാൻ നിക്കി തയ്യാറുമായിരുന്നില്ല. അവൾ അടുത്തുള്ളൊരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറി 2ാം നിലയിലേക്ക് പോയി. സമയം കൃത്യമായി കണക്കുകൂട്ടി. തട്ടിക്കൊണ്ടുപോയവരുടെ കാർ താഴെയെത്തുമ്പോൾ അവൾ ജനലിലൂടെ കൃത്യമായി കാറിന് മുകളിലേക്ക് ചാടി. എന്നാൽ ആ ആഘാതത്തിൽ അവൾ ദൂരേക്ക് തെറിച്ചു വീണു. നിലത്ത് ശക്തമായി അടിച്ച് ബോധം കെട്ടുപോവുകയും ചെയ്തു. നിക്കിയൊടുവിൽ കണ്ണു തുറക്കുമ്പോൾ ചുറ്റും ഇരുട്ടായിരുന്നു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിൽ താൻ തലകീഴായി കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി. അടുത്ത് പ്ലാസ്റ്റിക്കിൽ വരഞ്ഞു മുറുക്കി സമാനമായ രീതിയിൽ തൂക്കിയിട്ടിരിക്കുന്ന മറ്റൊരു മൃതദേഹം അവൾ കണ്ടു. അല്പസമയത്തിനു ശേഷം ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഒരു അറവുകാരനാണ് എന്ന കാര്യം വ്യക്തം. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ മൃതദേഹം ബെന്നിന്റേതാണെന്ന് അയാൾ വെളിപ്പെടുത്തി. സുള്ളിവൻ എന്ന് പേരുള്ള ഒരാൾ ബെന്നിനെ കൊല്ലാൻ ഉത്തരവിട്ടതാണത്രേ. അതിന്റെ കാരണമല്ലേ ക്ലോയിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ ബെൻ പരാജയപ്പെട്ടു. അതിന്റെ പേരിൽ ബെൻ കൊല്ലപ്പെടുകയും ചെയ്തു. അയാൾ പിന്നാലെ നിക്കിക്ക് നേരെ തിരിഞ്ഞു. നീ ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലും നിക്കി മടിച്ചില്ല. ബെന്നിൽ നിന്ന് താൻ മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ച് ഞാൻ അറവുകാരനാണ് എന്നവൾ സ്വയം പരിചയപ്പെടുത്തി. തന്റെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോഴും നിക്കിതിലും ഭയം കാണിച്ചിരുന്നില്ല. പകരം അവൾ ആ സാഹചര്യം മാറ്റിയെടുക്കുകയും തന്റെ എതിരെ നിൽക്കുന്ന അറവുകാരന് ഒരവസരം നൽകുകയും ചെയ്യുകയായിരുന്നു. തന്റെ മകൾ എവിടെയുണ്ടെന്ന് വെളിപ്പെടുത്താൻ നിനക്കിപ്പോഴും സമയമുണ്ട് എന്നവൾ പറഞ്ഞു. അത് കേട്ട് തീർച്ചയായും അവൻ പരിഹാസത്തോടെ ചിരിക്കുക മാത്രം ചെയ്തു. അവന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ അത്രയും അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു. സുള്ളിവൻ വിളിക്കുമ്പോ ആ അറവുകാരൻ ഒരു വലിയ തെറ്റ് ചെയ്തു. അവൻ നിക്കിയുടെ തുടയിൽ കത്തി കുത്തിയിറക്കിയ ശേഷം സംസാരിക്കാൻ അവിടുന്ന് മാറി. നിക്കിക്ക് വേണ്ടിയിരുന്നതും ആ അവസരമായിരുന്നു. ആ കത്തി ഉപയോഗിച്ച് നിക്കി സ്വയം ബന്ധനങ്ങളിൽ നിന്ന് മോചിതയായി. പൂർണ്ണ നിയന്ത്രണം തിരികെ പിടിച്ചു. സുള്ളിവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവനിൽ നിന്ന് ബലമായി അവൾ നേടിയെടുത്തു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് സുള്ളിവൻ എത്തി. നിക്കി സുള്ളിവനുമായി മുഖാമുഖം വന്നു. സുള്ളിവൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല. സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്ന മനുഷ്യക്കടത്ത് സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കൂലിപ്പടയാളി സംഘത്തിന്റെ നേതാവാണ് അവൻ. ചെയർമാൻ എന്ന ശക്തനായ ഒരു വ്യക്തിയാണ് അതിന്റെ തലപ്പത്തുള്ളത്. സുള്ളിവനും ആളുകളും ആ കെട്ടിടത്തിൽ പ്രവേശിക്കുമ്പോൾ അറവുകാരൻ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് അവർ സ്തബ്ധരായി. എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ സുള്ളിവൻ ഉടൻ തന്നെ നിക്കിയെ പിടികൂടാൻ തന്റെ ആളുകളോട് ഉത്തരവിട്ടു. എന്നാൽ നിക്കി ണെങ്കിൽ ധൃതി കൂട്ടുന്നുണ്ടായിരുന്നില്ല. തന്റെ സൈനിക തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവൾ ക്ഷമയോടെയും തന്ത്രപരമായും നിലകൊണ്ടു. സിൻഡിക്കേറ്റിന്റെ പ്രധാന കേന്ദ്രത്തിലേക്ക് നേരിട്ടെത്താം എന്ന പ്രതീക്ഷയിൽ നിർത്തിയിട്ടിരുന്ന ഒരു വാഹനം ഉപയോഗിച്ച് അവൾ സുള്ളിവന്റെ വാഹനവ്യൂഹത്തെ രഹസ്യമായി പിന്തുടർന്നു. അവളുടെ ഊഹം ശരിയായിരുന്നു. ആ വാഹനവ്യൂഹം ഒടുവിൽ ഒരു ആഡംബര കെട്ടിടത്തിന് മുന്നിൽ ചെന്നു നിന്നു. അത് സിൻഡിക്കേറ്റിന്റെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്ന് വ്യക്തമായിരുന്നു. തൊട്ടടുത്തൊരു കുന്നിൻ മുകളിൽ നിന്ന് നിക്കി പ്രദേശം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ പഠിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ സ്ഥലം ശക്തമായ സംരക്ഷണത്തിലാണ് എന്നവൾ തിരിച്ചറിഞ്ഞു. ആയുധധാരികളായ ഗാർഡുകൾ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ക്യാമറകൾ എല്ലാ കോണുകളും കവർ ചെയ്യുന്നു. ഗാർഡ് നായ്ക്കൾ തയ്യാറായി നിൽക്കുന്നു. സർവൈലൻസ് ഡ്രോണുകൾ പോലും ചുറ്റും നിരീക്ഷണം നടത്തുന്നു. അകത്ത് കടക്കുക എന്നത് തീർത്തും എളുപ്പമായിരിക്കില്ല. താൻ കൂടുതൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം എന്ന് നിക്കിക്ക് തോന്നി. എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് അവൾ മറ്റൊരു കാര്യം കൂടി തിരിച്ചറിഞ്ഞു.
മുന്നിൽ വരാനിരിക്കുന്നതിനെ അതിജീവിക്കണമെങ്കിൽ ആദ്യം അവൾക്ക് സ്വന്തം മുറിവുകൾ ചികിത്സിച്ചേ പറ്റൂ. അതേസമയം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തൊപ്പിയും മാസ്കും ധരിച്ച ഒരു നിഗൂഢ വ്യക്തിയുടെ ദൃശ്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റർമാർ പരിശോധിക്കുകയാണ്. ചെയർമാന്റെ നൈറ്റ് ക്ലബ്ബ് തീയിട്ടതിന് ഉത്തരവാദി ആ അജ്ഞാതനായിരുന്നു. ക്ലോയെ തട്ടിക്കൊണ്ടുപോയ അതേ സ്ഥലം ക്യാപ്റ്റൻ മൈക്കിൾ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ അതീവ അപകടകാരിയായി പ്രഖ്യാപിച്ചു. അയാളെ എത്രയും വേഗം തിരിച്ചറിയാൻ തന്റെ ടീമിനോട് ഉത്തരവിടുകയും ചെയ്തു. അധികം വൈകാതെ സംഭവ സ്ഥലത്തു നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു ഫ്ലാഷ് ഡ്രൈവ് അദ്ദേഹത്തിന് ലഭിച്ചു. ആ വീഡിയോയിൽ പിന്നീട് ബെൻ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ മാസ്ക് ധരിച്ച വ്യക്തി പിന്തുടരുന്നത് കാണാമായിരുന്നു. എന്നാൽ അവരെ കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. തീപിടുത്തത്തിന് ഏകദേശം 30 മിനിറ്റ് മുമ്പ് കാർ കീ ഉപയോഗിച്ച് കണ്ണിന് കുത്തേറ്റ് ജെറി ലെസ്റ്റർ എന്നയാളുടെ കാറിനുള്ളിൽ ബെന്നിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ജെറി ലെസ്റ്ററെ ആരാണ് ആക്രമിച്ചത് എന്ന് പോലീസിനൊരു വിവരവുമില്ലായിരുന്നു. കൂടുതൽ അന്വേഷണത്തിന് ശേഷം അവർ ആ താക്കോൽ ഒരു പ്രത്യേക കാർ ബ്രാൻഡിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നിക്കി ഹാൾസ്റ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒരു കറുത്ത ഹോണ്ട പൈലറ്റിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ നിക്കി ഒരു ചെറിയ ഓട്ടോ സ്പാർട്ട് ഷോപ്പിലേക്ക് പോയി. അവൾ ഒരു സീറ്റ് ബെൽറ്റ് വാങ്ങുകയും ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്കേറ്റ് ബോർഡ് എടുക്കുകയും ചെയ്തു. അതേസമയം തന്റെ നൈറ്റ് ക്ലബ്ബ് കത്തി നശിച്ച വിവരം സുള്ളിവനിൽ നിന്ന് ചെയർമാൻ ഫോൺ കോളിലൂടെ അറിഞ്ഞു. അതിലും മോശം കാര്യം അവർ കടത്തിക്കൊണ്ടുവന്ന എല്ലാ സ്ത്രീകളും ആ സംഘർഷത്തിനിടയിൽ രക്ഷപ്പെട്ടു എന്നതായിരുന്നു. ചെയർമാൻ അത് കേട്ട് കോപാകുലനായി. തന്റെ ദേഷ്യത്തിൽ നിക്കിയെ വേട്ടയാടാൻ തങ്ങൾ ഇതിനകം പണം നൽകിയിട്ടുള്ള അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാൻ അയാൾ സുള്ളിവനോട് ഉത്തരവിട്ടു. ജീവനോടെയോ കൊന്നോ അവളെ പിടികൂടണം എന്നായിരുന്നു ഉത്തരവ്. സമയം പാഴാക്കാതെ സുള്ളിവൻ തന്റെ ആളുകളോട് ക്ലോയെ മാറ്റിപ്പാർപ്പിക്കാനും ചെയർമാന് കൈമാറാൻ തയ്യാറാവാനും പറഞ്ഞു. എന്നാൽ നിക്കി ഇതിനകം അവർക്കായി കാത്തിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എതിർദിശയിൽ നിന്ന് തണുത്തതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായ ഭാവത്തോടെ അവൾ ശാന്തമായിരിക്കുന്നുണ്ടായിരുന്നു. പല്ലുകളിൽ സംരക്ഷണ ഗാർഡ് ഉറപ്പിച്ച ശേഷം അവൾ സ്വയം തയ്യാറെടുത്തു. ആക്സിലറേറ്റർ പൂർണ്ണമായിട്ട് അമർത്തി സുള്ളിവന്റെ വാഹന വ്യൂഹത്തിലേക്ക് പൂർണ്ണ വേഗതയിൽ അവൾ വാഹനമോടിച്ചു കയറ്റി. ആ ആഘാതം ഉടനടി സംഭവിച്ചു. തകർന്ന വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നിക്കി സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഓരോരുത്തരെയായി വീഴ്ത്തിക്കൊണ്ട് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. തുടർന്ന് സ്കേറ്റ് ബോർഡ് ഉപയോഗിച്ച് അവൾ പെട്ടെന്ന് വാഹനത്തിനിടയിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് പുറത്തു വന്നു. സുള്ളിവനെ നേരിട്ട് ആക്രമിച്ചു. ആദ്യം സുള്ളിവൻ ക്ലോയുടെ സ്ഥാനം വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു. എന്നാലൊടുവിൽ അവൻ വഴങ്ങുന്നതുവരെ നിക്കി അവന്റെ കാലുകളിലേക്ക് തുടരെ വെടിവെച്ചു. ഒടുവിൽ ചെയർമാനെക്കുറിച്ച് ആവശ്യത്തിന് വിവരങ്ങൾ കിട്ടിയതും അവൾ യാതൊരു മടിയുമില്ലാതെ അവന്റെ ജീവനങ്ങെടുത്തു. ക്ലോയെ പിന്നാലെ ഒരു കാറിന്റെ ട്രങ്കിൽ ബോധരഹിതയായ നിലയിൽ കണ്ടെത്തി. അധികം വൈകിയില്ല. സംശയിക്കപ്പെടുന്നയാളുടെ കറുത്ത ഹോണ്ട പൈലറ്റ് നേർക്കുനേർ കൂട്ടിയിടച്ച നിലയിൽ കനത്ത നാശനഷ്ടങ്ങളോടെ കണ്ടെത്തിയതായി ഒരു വനിതാ ഓഫീസർ റിപ്പോർട്ട് ചെയ്തു. അതിലും ഞെട്ടിക്കുന്ന കാര്യം സംഭവസ്ഥലത്ത് നിന്ന് 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നതായിരുന്നു. അവരെല്ലാവരും സിൻഡിക്കേറ്റ് അംഗങ്ങളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പിന്നീട് നിക്കി ക്ലോയിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയം വോ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുണ്ടെന്നും അയാൾ കാറിനുള്ളിൽ നിന്ന് അവരെ നിരീക്ഷിക്കുകയാണെന്നും നിക്കി അറിഞ്ഞിരുന്നേയില്ല. വീട്ടിനുള്ളിൽ നിക്കി തന്റെ മകളെ പരിശോധിച്ചു. ശരീരത്തിലുടനീളം പരിക്കുകളോടെ ക്ലോയി ഭയചകിതയായി കാണപ്പെട്ടിരുന്നു. അവൾക്ക് ചികിത്സ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ നിക്കി നേരെ പുറത്തുപോയി മരുന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അതേസമയം നിക്കിയും ക്ലോയിയും വീട്ടിൽ തിരിച്ചെത്തിയതായി വോയിൽ നിന്ന് ക്യാപ്റ്റൻ മൈക്കിളിന് വിവരം ലഭിച്ചു. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം ഒരു അടിയന്തര സ്വാട്ട് ടീമിനോട് മുന്നേറാൻ ഉത്തരവിട്ടു. ആവശ്യമെങ്കിൽ നിക്കിയെ വധിക്കാൻ പോലും മൈക്കിൾ ഉത്തരവ് നൽകിയിരുന്നു. എന്നിരുന്നാലും റബേക്ക എന്ന വനിതാ ഡിറ്റക്റ്റീവ് അതിനോട് കഠിനമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. നിക്കിയെ കൊല്ലാൻ മൈക്കിൾ എന്തിനാണ് ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് എന്നവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും നിക്കി ഇല്ലാതാക്കിയ ആളുകളെല്ലാം മനുഷ്യക്കടത്ത് സിൻഡിക്കേറ്റിന്റെ ഭാഗവുമാണ്. അവളുടെ ആശങ്കകളെ അവഗണിച്ച് 6 സ്വാറ്റ് അംഗങ്ങൾ ഓപ്പറേഷനുമായി മുന്നോട്ടു പോയി. അവർ കൃത്യതയോടെ മുന്നേറി വീട് വളഞ്ഞ് അകത്ത് കടക്കാൻ തയ്യാറെടുത്തു. എന്നാൽ അവർക്ക് ഉത്തരവ് ലഭിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് കാര്യങ്ങൾ തടസ്സപ്പെട്ടു. ജോസഫ് ലെവൽ എന്ന കേണൽ പെട്ടെന്ന് അവിടെ എത്തി. ഇപ്പോഴുള്ള മൈക്കിളിന്റെ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ മൈക്കിളിനോട് ആവശ്യപ്പെട്ടു. ടീമിനെയും മുന്നോട്ടു പോയാൽ അവരുടെ ശവശരീരം കൊണ്ടുവരാൻ ബോഡി ബാഗുകൾ അയക്കേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മനസ്സില്ലാ മനസ്സോടെ മൈക്കിൾ ഓപ്പറേഷൻ റദ്ദാക്കി. എന്നാൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ അയാൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. രഹസ്യമായി അയാൾ വീണ്ടും സ്വാട്ട് ടീമുമായി ബന്ധപ്പെട്ടു. ഫാർമസിയിലേക്ക് പോകുന്ന വഴിയിൽ നിക്കിയെ ഇല്ലാതാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. നടക്കാൻ പോകുന്നതിന്റെ തെളിവുകളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കാൻ അവരുടെ ക്യാമറകൾ ഓഫ് ചെയ്യാനും
അയാൾ നിർദ്ദേശിച്ചു. അതേസമയം ആയുധധാരികളായ സൈനികർ തങ്ങളെ രഹസ്യമായി പിന്തുടരുന്നുണ്ടെന്ന് നിക്കി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അത് തിരിച്ചറിഞ്ഞ് തന്നെ അവൾ പുറത്തിറങ്ങി ഫാർമസിയിലേക്ക് നടന്നു. നിക്കി അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്നവർ മനസ്സിലാക്കിയതേയില്ല. നിമിഷങ്ങൾക്കകം എല്ലാം സംഭവിച്ചു. നിക്കി 6 സൈനികരെയും കൃത്യതയോടെ അടിച്ചു വീഴ്ത്തി. സ്വാട്ട് ടീമിന്റെ മെഡിക്കൽ ക്യാമറയിൽ ഒന്നിലൂടെ ലെവലും മറ്റുള്ളവരും അത് ഞെട്ടലോടെ കണ്ടു. അപ്പോഴാണ് ആ സത്യം ലെവൽ തിരിച്ചറിയുന്നത്. മൈക്കിൾ രഹസ്യമായി ടീമിനോട് അവളെ വീണ്ടും ആക്രമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. കോപിഷ്ഠനായ ലെവൽ റേഡിയോ എടുത്ത് നിക്കിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. സ്പെഷ്യൽ ഫോഴ്സിലായിരുന്ന കാലത്തെ തന്റെ മുൻ കമാൻഡറുടെ ശബ്ദം അവളുടനടി തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ നിക്കി വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ അകത്തേക്ക് കാലെടുത്തു വെക്കുന്ന നിമിഷം അവൾക്ക് മറ്റൊരു ആഘാതമുണ്ടായി. ക്ലോയുടെ മുറി വീണ്ടും ശൂന്യമാണ്. ജനൽ പൂർണ്ണമായി തുറന്നിട്ടിരിക്കുന്നു. അവൾക്ക് എന്താ നടക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് ഓഫീസർ വോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി. എന്നാൽ വളരെ അടുത്ത് നിൽക്കുന്നതിലൂടെ വോ വലിയൊരു തെറ്റുവരുത്തുകയായിരുന്നു. നിക്കി തൽക്ഷണം പ്രതികരിച്ചു. അവന്റെ ആയുധം പിടിച്ചെടുത്ത് പെട്ടെന്നുള്ള നീക്കത്തിലൂടെ അവനെ വീഴ്ത്തി. നിർഭാഗ്യവശാൽ ക്ലോയി എവിടെയാണെന്നതിനെക്കുറിച്ച് വോയ്ക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലാത്തതിനാൽ നിക്കി ഉടൻ തന്നെ അവനെ അടിച്ച് ബോധം കെടുത്തി. പിന്നാലെ ആ സത്യം അവളെ വല്ലാതെ തളർത്തി. ക്ലോയിയെ വീണ്ടും തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. തന്റെ മകൾ എന്നേക്കുമായി അപ്രത്യക്ഷയാകാൻ 11 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ നിക്കി തന്റെ മാനസികാവസ്ഥ തെറ്റിയ അവസ്ഥയിലും മുൻപന്നത്തെക്കാളും വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതിന് ഉത്തരവാദികളായ ഏത് വ്യക്തിയെയും ഇല്ലാതാക്കാൻ അവൾ തീരുമാനിച്ചു. അതേസമയം നിക്കിയുടെ വീട്ടിലേക്ക് സ്വാട്ട് ടീമിനെ അയച്ച തീരുമാനത്തെക്കുറിച്ച് ലെവൽ മൈക്കിളിനോട് ചോദിച്ചു. നിക്കി 13 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് മൈക്കിൾ അത് ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലെവൽ അതിൽ തൃപ്തനായിരുന്നില്ല. ആ 13 പേരും മനുഷ്യക്കടത്തുകാരായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു മനുഷ്യക്കടത്ത് ശൃംഖല തകർത്തതിൽ പോലീസ് എന്തിനാണ് ഇത്രയധികം പ്രകോപിതരാവുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനു മുന്നിൽ മൈക്കിളിന് മറുപടി ഉണ്ടായിരുന്നില്ല. അന്ന് ഉച്ചകഴിഞ്ഞ് നിക്കിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസ് യൂണിറ്റ് വീട്ടിലെത്തി. എന്നാൽ നിക്കിയെ കണ്ടെത്തുന്നതിന് പകരം കെട്ടിയിട്ട നിലയിൽ നിലത്ത് കിടക്കുന്ന വോയിയായിരുന്നു അവർ കണ്ടെത്തിയത്. എന്ത് വില കൊടുത്തും നിക്കിയെ തടയാൻ ഉറച്ച മൈക്കിൾ പൂർണ്ണ ലോക്ക്ഡൌണിന് ഉത്തരവിട്ടു. റോഡുകൾ അടയ്ക്കുകയും നിക്കിയെ കണ്ടെത്തുന്നതുവരെ ഏത് വീടുകളും ബ്ലോക്കുകളും പോലും പരിശോധിക്കാൻ അയാൾ ഉദ്യോഗസ്ഥരെ ഏർപ്പാടാക്കി. മൈക്കിളിന്റെ ഈ ശുഷ്കാന്തിയും മറ്റും കണ്ട് ലെവലിന് സംശയം തോന്നാൻ തുടങ്ങിയിരുന്നു. അത് വെറും ഒരു തോന്നൽ മാത്രമല്ല. നിക്കിയെ കൊല്ലാനുള്ള മൈക്കിളിന്റെ വാശി അതിരുകടന്നത് അവൻ നോക്കിക്കാണുന്നുണ്ട്. വൈകാതെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു. 2 FBI ഏജന്റുമാർ അവിടെ എത്തി. അധികാര ദുർവിനിയോഗം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നീ കുറ്റങ്ങൾ ചുമത്തി അവർ മൈക്കിളിനെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതായിരുന്നു. ആയുധവും ബാഡ്ജും വെച്ച് കീഴടങ്ങാൻ മൈക്കിളിനോട് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മൈക്കിൾ അതിന് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. വേറെ വഴിയില്ലാത്തതിനാൽ ലെവൽ ഇടപെട്ട് അയാളെ കീഴ്പ്പെടുത്തി. അതേസമയം മനുഷ്യക്കടത്തിനായി സിൻഡിക്കേറ്റ് താവളമായി ഉപയോഗിച്ചിരുന്ന ഒരു ഹോട്ടലിന് സമീപം നിക്കി അതിനോടകം നിലയുറപ്പിച്ചിരുന്നു. കെട്ടിടത്തിന്റെ ഘടന പഠിച്ച ശേഷം താഴത്തെ നിലയിൽ തടവിലാക്കപ്പെട്ട പെൺകുട്ടികളാണെന്നും മുകളിലത്തെ നില ചെയർമാന്റെ ആഡംബര പെന്റ്ഹൗസ് ആണെന്നും അവൾ മനസ്സിലാക്കി. തന്റെ പ്ലാൻ തയ്യാറായ ശേഷം നിക്കി ഒരു പ്ലെയറും ഒരു തുണിക്കഷ്ണവും ഡ്രോയറിനുള്ളിൽ നിന്നെടുത്തു. അവൾ തന്റെ പഴയ കാറിൽ നിന്നിറങ്ങി ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്ഫോമറിന് സമീപമുള്ള ഫ്യുവൽ ലൈൻ മുറിച്ചു മാറ്റി. എല്ലാം സജ്ജമാക്കിയ ശേഷം സഹായം ചോദിക്കുന്നതായി നടിച്ച് അവൾ കെട്ടിടത്തിലേക്ക് നടന്നു. സെക്കൻഡുകൾക്കകം പ്രവേശന കവാടത്തിന് കാവൽ നിൽക്കുന്നവരെ അവൾ ആക്രമിച്ചു വീഴ്ത്തി. നിരവധി ഗാർഡുകളെ ഇല്ലാതാക്കുകയും തടവിലാക്കപ്പെട്ട ചില പെൺകുട്ടികളെ അവൾ മോചിപ്പിക്കുകയും ചെയ്തു. ശേഷം നിക്കിയുള്ളിലേക്ക് കടന്നുപോവുകയും ഓപ്പറേറ്റർമാർ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ സുരക്ഷാ ക്യാമറകൾ നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ അലാറം മുഴങ്ങി. ഇതേസമയം മുകളിൽ ക്ലോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ചെയർമാൻ ആ വിവരമറിഞ്ഞു. കെട്ടിടത്തിനുള്ളിൽ അക്രമകാരിയായ ഒരു സ്ത്രീ പ്രവേശിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആളുകളെ വീഴ്ത്തുകയാണ്. അവന്റെ ആളുകളിൽ ഒരാൾ ഓടിയെത്തി അക്കാര്യം റിപ്പോർട്ട് ചെയ്തു. നിക്കി നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. എല്ലാ ഗ്യാസ് ബർണുകളും അവൾ തുറന്നുവിട്ടു. പുറത്ത് അവൾ വെച്ചിരുന്ന തീ വേഗത്തിൽ പടരുകയും തൊട്ടടുത്തുള്ള വാഹനങ്ങളും ട്രാൻസ്ഫോർമറുകളും തകർക്കുന്ന ഒരു സ്ഫോടനത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. അതോടെ കെട്ടിടത്തിനുള്ളിലെ വൈദ്യുതി മുഴുവൻ വിച്ഛേദിക്കപ്പെട്ടു. എല്ലാം ഇരുട്ടിലായി. ഈ കുഴപ്പങ്ങൾക്കിടയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനും കെട്ടിടത്തിനുള്ളിൽ നീങ്ങുന്ന സ്ത്രീയെ വേട്ടയാടാനും ചെയർമാൻ തന്റെ ആളുകളോട് ഉത്തരവിട്ടു. അവന്റെ ആളുകൾ അടുക്കളയിലേക്ക് കടക്കുമ്പോൾ ഗ്യാസിന്റെ കടുത്ത ഗന്ധം അനുഭവപ്പെട്ടു. എന്നാൽ ഏറെ വൈകിപ്പോയിരുന്നു. നിക്കി ആ വായുവിന് തീ കൊടുക്കുകയും മുറി മുഴുവൻ സ്ഫോടനത്തിൽ തകരുകയും ചെയ്തു.
അവിടെ നിന്ന് നിക്കി തടസ്സങ്ങളില്ലാതെ ആക്രമണം തുടങ്ങി. സിൻഡിക്കേറ്റിലെ ബാക്കി അംഗങ്ങളെയും എതിരെ വന്ന ഏവരെയും ദയയില്ലാതെ അവൾ കൊന്നുതള്ളി. സമയം പാഴാക്കാതെ ക്ലോയിയെ തിരഞ്ഞ് അവൾ ഓരോ മുറിയും പരിശോധിച്ചുകൊണ്ട് താഴത്തെ നിലയിലേക്ക് നീങ്ങി. എന്നാൽ അവളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ ഗാർഡുകൾ വധിച്ച് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ കൊണ്ട് അവളുടെ ശരീരം തളരാൻ ആരംഭിച്ചിരുന്നു. അവളിപ്പോൾ പൂർണ്ണമായും ക്ഷീണിതയാണ്. കഷ്ടിച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. ആ അവസ്ഥയിൽ അവൾക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. ക്ലോയി മുന്നോട്ടു പോകാൻ തനിക്ക് ധൈര്യം നൽകുന്നതായി അവൾ കണ്ടു. അവൾക്കത് മതിയായിരുന്നു. തന്റെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് നിക്കി എഴുന്നേറ്റ് നിൽക്കാൻ ഏറെ ശ്രമിച്ചു. തന്നെ നിർബന്ധിച്ചു. ഒടുവിൽ അത്തരത്തിൽ എഴുന്നേറ്റ് അവൾ തന്റെ പോരാട്ടം തുടർന്നു. ബാക്കിയുള്ള ഗാർഡുകളെയും വീഴ്ത്തി അവളൊടുവിൽ ചെയർമാന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു. അവിടെ കാവൽ നിന്നിരുന്ന അവസാന ഗാർഡുകളെയും വകവരുത്തി നിക്കി മുന്നിട്ടു ചെന്നു. ഒടുവിൽ ചെയർമാന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് അവൾ കടന്നെത്തി. രക്ഷപ്പെടാൻ വഴിയില്ലാതെ ചെയർമാൻ ക്ലോയിയെ പിടിച്ച് ഒരു പരിചയായി ഉപയോഗിച്ചു. എന്നാൽ അവന്റെ മടിയും ശങ്കയും അവന്റെ മരണകാരണമായി മാറി. ഞൊടിയിടയിൽ നിക്കി പ്രവർത്തിക്കുകയും വെടിവെച്ച് ചെയർമാനെ കൊല്ലുകയും ചെയ്തു. ഒടുവിൽ അവിടുണ്ടായിരുന്ന ക്ലോയിയെ നിക്കിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാൻ കഴിഞ്ഞു. പരിക്കേറ്റിരുന്ന ക്ലോയിയെ നിക്കി വേഗം കൊണ്ടുപോയത് അടുത്തുള്ള ആശുപത്രിയിലേക്കായിരുന്നു. അപ്പോഴാണ് സങ്കടകരമായ ഒരു സത്യം പുറത്തു വരുന്നത്. പോലീസുകാരോട് അക്കാര്യം വിശദീകരിച്ചത് കേണലായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ഒരാഴ്ച മുമ്പ് നിക്കിയുടെ മകൾ ക്ലോയി തട്ടിക്കൊണ്ടുപോകപ്പെട്ടിരുന്നു. ക്ലോയിക്ക് പിന്നാലെ അന്വേഷിച്ച് നിക്കി പോയെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ നിക്കിക്ക് സാധിച്ചില്ല. നിക്കി ക്ലോയെ കണ്ടെത്തുമ്പോഴേക്കും ക്ലോയി കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ആഘാതം താങ്ങാൻ നിക്കിക്ക് സാധിച്ചില്ല. പരിക്കേറ്റിരുന്ന നിക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. പരിക്കേറ്റിരുന്ന അവളെ കാണാൻ വേണ്ടി കേണൽ ലെവൽ പോയിരുന്നു. പക്ഷേ സംസാരിക്കുമ്പോൾ ക്ലോയി അപ്പോഴും ജീവനോടുള്ള പോലെയും ക്ലോയി അവർ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്ന രീതിയിലുമായിരുന്നു നിക്കി കേണലിനോട് സംസാരിച്ചത്. തനിക്ക് മകളെ രക്ഷിക്കാൻ പോകണം എന്നും അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ നിന്ന് നിക്കി മിസ്സിംഗ് ആയി. ഓരോ തവണയും തന്റെ മകളാണെന്ന് കരുതി ക്ലോയിയാണെന്ന് കരുതി നിക്കി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പെൺകുട്ടികളെയാണ്. റെട്രോഗ്രേഡ് അംനീഷ്യ ബാധിച്ചിരിക്കുന്ന അവളിപ്പോൾ ഓരോ ഉറക്കത്തിനു ശേഷവും ക്ലോയി തട്ടിക്കൊണ്ടുപോകപ്പെട്ട് അതേ ദിവസത്തെ ഓർമ്മയിലേക്കാണ് ഉണരുന്നത്. അതോടെ വീണ്ടും അവൾ സിൻഡിക്കേറ്റിനെതിരെയുള്ള വേട്ടയാരംഭിക്കുന്നു. ക്ലോയി എന്ന് കരുതി ക്ലോയിയെ പോലെ തോന്നിക്കുന്ന മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ അവൾ രക്ഷപ്പെടുത്തുന്നു. കാറിന്റെ ട്രങ്കിൽ നിന്ന് നിക്കി രക്ഷപ്പെടുത്തിയ പെൺകുട്ടി യാഥാർത്ഥ്യത്തിൽ ക്ലോയി ആയിരുന്നില്ല. അതുകൊണ്ടാണ് പൂർണ്ണ ബോധം വന്നപ്പോ ആ പെൺകുട്ടി ജനൽ വഴി രക്ഷപ്പെട്ടു പോയത്. അതോടെ നിക്കി വീണ്ടും ക്ലോയിയെ തിരഞ്ഞു പോവുകയായിരുന്നു. സിൻഡിക്കേറ്റ് ചെയർമാനെ കൊല്ലുന്നതുവരെ ആ കാര്യങ്ങൾ നീണ്ടു. വീണ്ടും ക്ലോയി എന്ന് ചിന്തിച്ച് നിക്കി ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. ആ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. നിക്കിയുടെ ഈ മാനസികാവസ്ഥ ശരിയാവാത്തതുകൊണ്ട് ഇത് അവസാനിക്കാനേ പോകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കേണൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു വെക്കുമ്പോൾ മറ്റുള്ളവർ അതിശയിച്ചിരുന്നു. ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടുപോകപ്പെട്ടാൽ 72 മണിക്കൂറിനുള്ളിൽ അവളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ്. അസുഖബാധിതയായിട്ടാണെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ ആ നാട്ടിൽ നിക്കി ജീവനോടെ ബാക്കിയുണ്ടായിരുന്നു. നിക്കിയുടെ ഈ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.